بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു മുസ്ലിം പഠിക്കേണ്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായ വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വാസപരമായ വിഷയങ്ങൾ. അതിനാണ് അറബിയിൽ ഇൽമുൽ അഖായിദ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൽമുൽ അഖീദ, അത്തൗഹീദ് എന്നൊക്കെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അൽ ഈമാനു ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കുതുബി വൽ റസുലി വൽ ഖദരി ഖൈരിഹി വശർരിഹി. നാം എപ്പോഴും കേൾക്കാറുള്ള ഈമാൻ കാര്യങ്ങൾ, ഇതാകുന്നു വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. പിൽക്കാലങ്ങളിൽ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം മുസ്ലിമീങ്ങൾ ബിദ്അത്തുകളിലും അനാചാരങ്ങളിലും പെട്ട് വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും അജ്ഞത മൂലം പല അബദ്ധങ്ങളിലും ഒന്ന് ചാടിയിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മുസ്ലിം മതപണ്ഡിതന്മാർ ആ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ എതിർക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. മാത്രമല്ല, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശിർക്കിപരമായ കാര്യങ്ങളാണെങ്കിലും ബിദ്അത്താണെങ്കിലും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും രചിച്ചു. ഇതൊക്കെ വ്യാപകമായി ബിദ്അത്തുകൾ, ഖുറാഫാത്ത്, അതേപോലെ ശിർക്ക് വ്യാപകമായി സംഭവിക്കുന്നത് ആദ്യ 3 തലമുറകളുടെ ശേഷം, അഥവാ സഹാബത്തുകൾ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
സാധാരണ പറയാറുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് ആദ്യമായി ഇസ്തിഗാസ ഷിർക്കായി ചിത്രീകരിക്കുകയും എതിർക്കുകയും ചെയ്ത പണ്ഡിതൻ എന്ന്. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ആരോപണമാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ അതൊരു തെറ്റായൊരു ആരോപണം തന്നെയാണ്. കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിലാണ് വ്യാപകമായി ഇസ്തിഗാസ ഒരു പുണ്യകർമ്മമായി ചിത്രീകരിക്കപ്പെടുന്നത്. അഥവാ ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു നുഅ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ, ഹനഫി പണ്ഡിതനാണ്, മാലിക്കി മദ്ഹബ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മിസ്ബാഹുൽ ഖലാം ഫിൽ മുസ്തഗീഫീന ബിഖൈരിൽ അനാം എന്ന പുസ്തകം രചിച്ചു. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ആപൽഘട്ടങ്ങളിൽ സഹായം ചോദിച്ചുകൊണ്ടുള്ള തേട്ടങ്ങളെക്കുറിച്ച് പല പണ്ഡിതന്മാരും പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആപൽഘട്ടങ്ങളിൽ ഇസ്തിഗാസ സഹായം ചോദിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ ആരും ഇതുവരെ ഗ്രന്ഥം എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ ഈ വിഷയത്തിൽ ആദ്യമായി എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം രചിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? അന്ന് വരെ അയാൾ ആ പുസ്തകം മിസ്ബാഹുൽ ഖലാം എന്ന പുസ്തകം എഴുതുന്നത് വരെ ആരും ഇസ്തിഗാസൻ്റെ പേരും പറഞ്ഞ് ആരും ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ഇത് പടർന്നു പിടിച്ച ഒരു ആപത്ത്, അപകടമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയും പല ഗ്രന്ഥങ്ങളും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഉദാഹരണമായി അർ-റദ്ദു അലൽ ബക്രി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സൂഫി വര്യനായ പണ്ഡിതനുണ്ടായിരുന്നു, ഇസ്തിഗാസവാദിയായ ഒരു പണ്ഡിതൻ. അയാളുടെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് അർ-റദ്ദു അലൽ ബക്രി. അതേപോലെ അർ-റദ്ദു അലൽ ഇഖ്നാഇയ്യ എന്ന കിതാബ്. അൽ ഇഖ്നാഇ അൽ മാലിക്കി മദ്ഹബ് പണ്ഡിതനായ ഒരു ജഡ്ജായിരുന്നു, ഖാദിയായിരുന്നു അദ്ദേഹം. ഖബ്ർ സിയാറത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും എതിരഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കും മറുപടിയായിട്ട് എഴുതിയൊരു പുസ്തകമാണ് അർ-റദ്ദു അലൽ ഇഖ്നാഇ അല്ലെങ്കിൽ അൽ ഇഖ്നാഇയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ ഖാഇദ ജലീല ഫി തവസ്സുൽ വൽ വസീല, അങ്ങനെ പല രചനകളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ എഴുതി. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ ഹാദി, അങ്ങനെ പിൽക്കാലങ്ങളിൽ പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ബിദ്അത്തുകൾ ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ അല്ലാഹു തആല പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഒരുക്കും ആ ബിദ്അത്തുകൾക്കെതിരെ ആഞ്ഞടിക്കാനും അത് എതിർക്കാനും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകാനും. ഉദാഹരണമായി ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി എന്ന് പറഞ്ഞ ഒരു സൂഫി വര്യനായ പണ്ഡിതൻ ഇങ്ങനെ ഈ മാലകളും ഇപ്പോൾ നമ്മൾ കാണുന്ന പല ബൈത്തും മാലകളൊക്കെ അറബിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. അദ്ദേഹം പല ബിദ്അത്പരമായ പല വാദങ്ങളും ഉന്നയിച്ചപ്പോൾ അതിനെതിർത്തുകൊണ്ട് മഹ്മൂദ് ശുക്രി ആലൂസി, ഇറാഖി പണ്ഡിതനായ ആലൂസി എഴുതിയ പുസ്തകമാണ് ഗായത്തുൽ അമാനി ഫി റദ്ദി അല നബ്ഹാനി. ഇത് പറഞ്ഞു വരുന്ന ചെറിയ രൂപത്തിൽ നമ്മൾ ഈ സലഫി പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ മാത്രമാണ്. അങ്ങനെ മക്കയിൽ ജീവിച്ച മുഫ്തിയായ ഷാഫിഈ മദ്ഹബ് പണ്ഡിതനായ അഹ്മദ് സൈനി ദഹ്ലാൻ, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ അതിനെതിരായി ഇന്ത്യയിൽ ജീവിച്ച മഹാപണ്ഡിതനായിരുന്നു മുഹമ്മദ് ബഷീർ അസ്സഹ്സവാനി.
അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസതി അശ്ശൈഖ് ദഹ്ലാൻ. ആ പുസ്തകം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തുകയും ഈ ശിർക്ക് ബിദ്അത്ത് വിഷയങ്ങളിൽ അതൊരു അറിയപ്പെട്ട റഫറൻസായി മാറുകയും ചെയ്തു. അങ്ങനെ ആ പണ്ഡിതന്മാരിൽ പെട്ട ഒരു വ്യക്തിത്വമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അൽ ഉസൂലു സലാസ, 3 മൗലിക കാര്യങ്ങൾ വിഷയങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതപ്പെട്ട ഒരു കൊച്ചു കൃതിയാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അൽ ഉസൂലു സലാസ എന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് നാം പഠിക്കാൻ തുടങ്ങുന്നത് അടുത്ത ആഴ്ച മുതലാണ്. അപ്പോൾ അതിൻ്റെ രചയിതാവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചുള്ള ഒരു ലഘു പരിചയമാണ് എന്ന് നാം ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അഥവാ അൽ ഉസൂലു സലാസ ദർസിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുസ്തകം അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? നജ്ദിലാണ് അദ്ദേഹം ജനിച്ചത്, അൽ ഉയൈന എന്ന ഗ്രാമത്തിൽ. അത് റിയാദിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അൽ ഉയൈന. ഹിജ്റ 1115 അദ്ദേഹം ജനിച്ചു. ആര്? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി, തമീം ഗോത്രക്കാരനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 1206. 1115 ജനിച്ചു, 1206 മരണപ്പെട്ടു. 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി. അദ്ദേഹം അറിവ് തേടാൻ വേണ്ടി, തലബുൽ ഇൽമിന് വേണ്ടി മക്കയിലേക്കും മദീനയിലേക്കും അതേപോലെ ബസ്രയിലേക്കുമൊക്കെ യാത്ര പോയി. ആ പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുകയും പഠിക്കുകയും ചെയ്തു. അവരിൽ ഏറ്റവും പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരാണുള്ളത്. ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് ഹയാത്ത് സിന്ധി, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു ഇബ്രാഹിം അൻ-നജ്ദി എന്ന് പറയപ്പെടുന്ന 2 പണ്ഡിതന്മാരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായവർ. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ജീവിച്ച ആ കാലഘട്ടത്തിൽ നജ്ദ് എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്ത് പ്രത്യേകിച്ച് ധാരാളം അനാചാരങ്ങൾ, ശിർക്ക് ബിദ്അത്തുകളൊക്കെ വ്യാപിച്ച ഒരു പ്രദേശമായിരുന്നു. അതായത് കല്ലുകളെ, മരങ്ങളെ, വൃക്ഷങ്ങളെ, ഖബറുകളൊക്കെ പൂജിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നജ്ദികളായ പല ജനങ്ങളും ചെയ്തിരുന്നത്. പേരുകളൊക്കെ എന്തായിരുന്നു? മുസ്ലിം പേരുകളാണ്. അതേപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകളൊക്കെ കെട്ടിപ്പൊക്കി ഖുബ്ബുകളൊക്കെ നിർമ്മിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഇതിനെതിർക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് പ്രബോധനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി വലിയ പണ്ഡിതനായിരുന്നു, കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു. കർമ്മശാസ്ത്രം ഷെയ്ഖ് അവറുകൾ പഠിച്ചത് ആദ്യമായി പിതാവിൽ നിന്നാണ്. സ്വാഭാവികമായും ആ പ്രദേശത്തിലുള്ള അനാചാരങ്ങൾക്ക് എതിർക്കുമ്പോൾ പ്രദേശത്തുകാർ ഷെയ്ഖിനെ വിമർശിച്ചു, എതിർത്തു. ധാരാളം ഉപദ്രവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഷെയ്ഖ് അവറുകൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെ എതിർക്കാൻ വേണ്ടി ശത്രുക്കൾ പല സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ആ കാലഘട്ടത്തിൽ ഈ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന
സംവിധാനം ആരംഭിച്ച കാലഘട്ടമാണ്. അപ്പോൾ പുസ്തകങ്ങളിലൂടെ അത് എല്ലാ നാടുകളിലേക്കും എത്തിക്കുന്ന രൂപത്തിൽ പുസ്തകങ്ങൾ ഷെയ്ഖിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ അവർ പ്രചരിപ്പിച്ചു. എന്നാൽ ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഷെയ്ഖിൻ്റെ ദഅവത്തിന് ശരിക്കൊരു തടസ്സം അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല, വന്നിട്ടില്ല. കാരണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് ദഅവത്ത് ആരംഭിച്ചപ്പോൾ അത് വലിയൊരു വിജയമാണ് അതിനുണ്ടായത് എന്ന് ചരിത്രം സാക്ഷ്യമാണ്. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ചുരുക്കം എന്താണ്? അതാണ് നാം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതായത് പലരും പല ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് എന്തോ ഒരു പുതിയൊരു ആശയമാണ് കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ പല നാടുകളിലും തുർക്കിയിലൊക്കെ പ്രചരിച്ച ഒരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് എന്ന്. അദ്ദേഹം പറയുന്നു, വലസ്തു വലില്ലാഹിൽ ഹംദ് അദ്ഉ ഇലാ മദ്ഹബിൻ സൂഫിയ്യിൻ ഔ ഫഖീഹിൻ ഔ മുതകല്ലിമിൻ ഔ ഇമാമിൻ മിനൽ അഇമ്മ. അതായത് ഒരു സൂഫി ചിന്താഗതിയിലേക്കോ അല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനിലേക്കോ അല്ലെങ്കിൽ ഇൽമുൽ കലാം പണ്ഡിതനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമായ ഒരു വ്യക്തിയിലേക്കല്ല ഞാൻ ക്ഷണിക്കുന്നത്, പ്രബോധനം ചെയ്യുന്നത്. ഔ ഇമാമിൻ മിനൽ അഇമ്മത്തി അല്ലദീന അഅ്വമുഹും മിസ്ലു ഇബ്നുൽ ഖയ്യിം വദ്ദഹബി വഇബ്നു കസീർ ഔ ഗൈരിഹിം. അതായത് പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്, ഇബ്നുൽ ഖയ്യിം, ഇമാം ദഹബി, ഇബ്നു കസീർ പോലുള്ള സലഫി പണ്ഡിതന്മാരാണെങ്കിൽ പോലും ഒരു വ്യക്തിയിലേക്കല്ല നാം ക്ഷണിക്കുന്നത്. ബൽ അദ്ഉ, ഞാൻ പ്രബോധനം ചെയ്യുന്നത് ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, യാതൊരു പങ്കാളിയുമില്ലാത്ത ഏകനായ അള്ളാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. വഅദ്ഉ ഇലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി ഔസാ ബിഹാ അവ്വല ഉമ്മത്തിഹി വആഖിറഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികളെയും പിൻഗാമികളെയും ക്ഷണിച്ച മുറുകെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ സുന്നത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. വഅർജു അല്ലാ അറുദ്ദൽ ഹഖ്ഖ ഇദാ അതാനി, ഹഖ് എന്നിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് തടുക്കുകയില്ല. ബൽ ഉശ്ഹിദുല്ലാഹ വമലായികതഹു വജമീഅ ഖൽഖിഹി ഇൻ അതാനാ മിൻകും കലിമത്തുൻ മിനൽ ഹഖ് ലഅഖ്ബലന്നഹാ അലൽ റഅസി വൽ ഐൻ. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനെയും മലക്കുകളെയും എല്ലാ സൃഷ്ടികളെയും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളിൽ നിന്ന് ഒരു വാക്ക്, ഒരു സത്യവാക്ക് എന്നിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ മനസ്സോടെ ഞാൻ അത് സ്വീകരിക്കുന്നു. അതായത് അന്ധമായ തഖ്ലീദില്ല എന്നർത്ഥം. വല അദ്രിബന്നൽ ജിദാറ ബികുല്ലി മാ ഖാലഫഹ മിൻ അഖ്വാലി അഇമ്മതി, ഹക്കിന് വിരുദ്ധമായ ഞാൻ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ അതൊരിക്കലും സ്വീകരിക്കുകയില്ല, ഞാൻ അത് തള്ളുക തന്നെ ചെയ്യും. ഹാഷാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലാ യഖൂലു ഇല്ലൽ ഹഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. കാരണം റസൂല് ഹഖ് മാത്രമേ പറയൂ. വമാ യൻതിഖു അനിൽ ഹവാ, സ്വേച്ഛാനുസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. അതുകൊണ്ട് ഒരു പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായത്തിലേക്കല്ല നാം ക്ഷണിക്കുന്നത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ശുദ്ധ തൗഹീദിലേക്കുമാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന് ശൈഖ് അവറുകൾ പ്രഖ്യാപിക്കുന്നു. അതേപോലെ വേറൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അഖീദതി വദീനി അല്ലദീ അദീനുല്ലാഹ ബിഹി, എൻ്റെ അഖീദ വിശ്വാസം, എൻ്റെ ദീൻ എന്താണ്? മദ്ഹബു അഹ്ലിസ്സുന്നതി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബാകുന്നു, വീക്ഷണമാകുന്നു. അല്ലദീ അലൈഹി അഇമ്മത്തുൽ മുസ്ലിമീന മിസ്ലുൽ അഇമ്മത്തിൽ അർബഅ, 4 മദ്ഹബുകൾ പോലെയുള്ള ഇമാമിയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസം എന്താണോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണമാകുന്നു ഞാൻ അവലംബിക്കുന്നത്. ഇതാകുന്നു യഥാർത്ഥത്തിൽ വഹാബി വിശ്വാസം, ചിന്താഗതി എന്നൊക്കെ ശത്രുക്കൾ ആരോപിക്കാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ ചിത്രമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. ഒരു സമ്പൂർണ്ണമായ ചരിത്രമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ അദ്ദേഹം എഴുതിയ ഉസൂലുൽ സലാസ ഗ്രന്ഥം വായിക്കാനും അത് പഠിക്കാനും
പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുഅല്ലിഫിനെ കുറിച്ച് നാം അല്പം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം? ശത്രുക്കൾ പറയാറുള്ള വഹാബി പ്രസ്ഥാനം എന്താണ്? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്താണ്, അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കുള്ള മറുപടികൾ എന്ന തലക്കെട്ടിലൊക്കെ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ദഅവൽ മുനാവിഈൻ ലിദഅവതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അതായത് വഹാബികൾക്കെതിരായ മറുപടികൾ, ആരോപണങ്ങൾ എന്ന ആ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ശേഖരിച്ചുകൊണ്ട് സലഫി വീക്ഷണത്തിൽ എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളുമുണ്ട്. അവയിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ദഅവൽ മുനാവിഈൻ ലിദഅവതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. റിയാദിൽ അഖീദ പണ്ഡിതനായ പ്രൊഫസർ അദ്ദുക്തൂർ അബ്ദുൽ അസീസ് അൽ അബ്ദുൽ ലത്തീഫ് എഴുതിയ ഗ്രന്ഥമാണ്. ഇനി ഷെയ്ഖ് അവറുകൾക്ക് എതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ് നാം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നാം പലപ്പോഴും കേൾക്കാറുണ്ട് ആരോപണം, പക്ഷെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ, നിജസ്ഥിതി എന്താണെന്ന് നാം അറിയേണ്ടതുണ്ട്. ഒന്നാമതായി, ഉസ്മാനി ഭരണകൂടത്തിനെതിരായി ഷെയ്ഖും ഷെയ്ഖിൻ്റെ അനുയായികളും തുനികയും അവർ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ ഖുറൂജ് നടത്തി എന്ന ആരോപണം. നമുക്കറിയാം, മുസ്ലിം ഭരണാധികാരിക്കെതിരെ ഒരു പാപം ചെയ്ത നിമിത്തം അല്ലെങ്കിൽ ഒരു പാപിയാണെന്ന അർത്ഥത്തിൽ ഒരിക്കലും മുസ്ലിം ഭരണാധികാരിക്കെതിരെ നാം വാൾ ഉപയോഗിച്ചുകൊണ്ട് നാം ഖുറൂജ് നടത്താൻ പാടില്ല, എതിരെ ജനങ്ങളെ ആഹ്വാനം ചെയ്യാൻ പാടില്ല. മറിച്ച് അവർ മുസ്ലിമീങ്ങളാണോ, വിശ്വാസികളാണോ, ഒരിക്കലും മദ്ഹബു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വീക്ഷണത്തിൽ ഭരണാധികാരികൾക്കെതിരെ തുനിയാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഇതിന് നേരെ എതിരെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് ആര്? അൽ ഖവാരിജ്. മനസ്സിലായല്ലോ? അൽ ഖവാരിജിൻ്റെ സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് വലിയ അമ്രിനെ എതിരെ അവർ തുനിയുകയും ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ആരോപണം അത് എങ്ങനെയാണ് നാം ഗണ്ണിക്കുക? ഒന്നാമതായി, ഇമാമുൽ മുസ്ലിമീനോട് പൂർണ്ണമായും നമുക്ക് സഹകരണം വേണം, സമഉം താഅത്തും വേണം എന്ന തത്വം പഠിപ്പിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിൻ്റെ ഒരു റിസാല, അതായത് ഖസീം നിവാസികളായ ജനങ്ങൾക്ക് അയച്ചൊരു കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഅറാ വുജൂബ അസ്സംഇ വത്താഅതി ലിഅഇമ്മത്തിൽ മുസ്ലിമീന ബർരിഹിം വഫാജിരിഹിം. അതായത് നല്ല ആളാണെങ്കിലും ചീത്തയാളാണെങ്കിലും ഇമാമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിനെ, ഭരണാധികാരിയെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. മാലം യഅ്മുറു ബിമഅസിയത്തില്ല, അള്ളാഹു ധിക്കരിക്കാൻ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കേണ്ട ആവശ്യമില്ല. വമൻ വലിയൽ ഖിലാഫത വജ്തമഅ അലൈഹി الناس ورضوا به وغلبهم بسيفه حتى صار خليفة وجبت طاعته وحرم الخروج عليه. അതായത് മുസ്ലിമീങ്ങൾ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഒരു ഖലീഫയെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ഖലീഫയ്ക്ക് നിർബന്ധമായും അനുസരണം നൽകണം, അഥവാ അയാളെ നിർബന്ധമായും അനുസരിക്കണം, അയാൾക്കെതിരെ തിരിയാൻ പാടില്ല, അത് ഹറാമാകുന്നു എന്നാണ് ഷെയ്ഖ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഒരു മറുപടി. അതേപോലെ തന്നെ ഈ ചരിത്രപരമായി നാം നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഉസ്മാനി ഭരണകൂടത്തിന് ചരിത്രപരമായി തന്നെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നജ്ദിൻ്റെ മേലെ നേരിട്ട് സ്വാധീനവും അതേപോലെ അധികാരവും പ്രവേശനവും ഇല്ലായിരുന്നു എന്നാണ്. അതായത്
ഉസ്മാനി ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗം അല്ലായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ നജ്ദ് എന്ന ആ പ്രദേശം. ഇത് ചരിത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉസ്മാനി ഭരണകൂടത്തിൻ്റെ ഭരണഘടന ചിട്ടപ്പെടുത്തിയ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഖവാനീനു ആലി ഉസ്മാൻ മദാമീനു ദഫ്തരി ദിവാൻ എന്ന പുസ്തകത്തിൽ യമീൻ അലി അഫന്ദി എന്ന് പറയപ്പെടുന്ന ഒരു ഉസ്മാനി ഭരണകൂടത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു. അയാൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണിത്? ഉസ്മാനി ഭരണകൂടം യഥാർത്ഥത്തിൽ 32 പ്രവിശ്യകളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 32 പ്രവിശ്യകളിൽ ഏത് പെട്ടിട്ടില്ല? നജ്ദ് എന്ന പ്രദേശം ഉൾപ്പെട്ടിട്ടില്ല. മനസ്സിലായല്ലോ? ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നജ്ദിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായ ഒരു അവസ്ഥ നാം പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, നജ്ദിൽ ഓരോ പ്രദേശത്തിനും ഓരോ അമീറാണ്. അതായത് നജ്ദിൽപ്പെട്ടപ്പം ഷെയ്ഖ് അവറുകൾ ജനിച്ച നാട് ഏതാണ്? അൽ ഉയൈനയാണ്. അൽ ഉയൈനയ്ക്ക് വേറെ അമീറാണ്. അതേപോലെ കുറച്ച് അപ്പുറത്തുള്ള ഒരു പ്രദേശമാണ് ദിർഇയ. ദിർഇയക്ക് വേറെ അമീറാണ്. അൽ ഉയൈനയുടെ അമീറായിരുന്നു ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മഅ്മർ എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരി, അമീർ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഷെയ്ഖിൻ്റെ ദഅവത്തിനോട് അനുകൂലമായിരുന്നു. അങ്ങനെ ഷെയ്ഖ് അയാളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ പല ബിദ്അത്തുകൾക്കെതിരെ നടപടികൾ എടുക്കാൻ കഴിഞ്ഞു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാകുന്നു? ഉമർ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ. ഏത് യുദ്ധത്തിൽ മരണപ്പെട്ടത്? യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടു. നജ്ദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖബർ. അപ്പോൾ സയ്യിദ് റളിയല്ലാഹുവിൻ്റെ ഖബറാണെന്ന് പറയപ്പെടുന്ന ആ ഖബറിൻ്റെ മേലെ നജ്ദികൾ എന്ത് ചെയ്തു? വലിയ കുബ്ബ നിർമ്മിച്ചു. അതിനടുത്ത് പോയിട്ട് പല ബിദ്അത്തുകളും അനാചാരങ്ങളും ബറക്കത്തെടുക്കലൊക്കെ ഉണ്ടായി. ഷെയ്ഖിനാണെങ്കിൽ ഇത് യാതൊരു കാരണവശാലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ഒരിക്കലും യാതൊരു തൃപ്തിയുമില്ലായിരുന്നു. അപ്പോൾ ആ കുബ്ബ പൊളിക്കണം എന്ന ഒരു അഭിപ്രായം അൽ ഉയൈന അമീറായ ഉസ്മാനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുബ്ബ പൊളിക്കപ്പെട്ടു. മാത്രമല്ല നജ്ദിൽ ഇസ്ലാമിക ആ കാലഘട്ടത്തിൽ നിയമങ്ങൾ പാലിക്കുക എന്ന സമ്പ്രദായം ഇല്ലായിരുന്നു. എന്നാൽ ഷെയ്ഖ് അതിനൊരു പരിവർത്തനമുണ്ടാക്കി. അതൊരു ചരിത്ര സംഭവമാണ്. ഒരു വ്യഭിചാരിയായ ഒരു സ്ത്രീ താൻ അല്ലെങ്കിൽ അവൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും പല പ്രാവശ്യം ചോദ്യം ചെയ്തതിന് ശേഷം സ്വയം സമ്മതിച്ചുകൊണ്ട് ഷെയ്ഖിൻ്റെ അടുക്കലേക്ക് വരികയും ചെയ്തപ്പോൾ ഷെയ്ഖ് ഇസ്ലാമിക നിയമം അവിടെ പാലിച്ചുകൊണ്ട് അമീറിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആ സ്ത്രീയെ എറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത് ഇസ്ലാമിക നിയമമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, അപ്പോഴാണ് ഇതുപോലെയുള്ള ഇസ്ലാമിക നിയമങ്ങളും ഈ ശിർക്കിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ എതിരാളികൾ വീക്ഷിച്ചപ്പോൾ അവർക്ക് ഭയം തോന്നി. അവരുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് ഒരു ഭീതി ഉണ്ടായി. അങ്ങനെയാണ് അഹ്സായിലെ ഭരണാധികാരിയായ അമീറായ സുലൈമാൻ അൽ ഖാലിദി എന്ന അമീർ ഈ ഉസ്മാൻ എന്ന അമീറിലേക്ക്, അഥവാ അൽ ഉയൈനയുടെ അമീറായ ഉസ്മാനിലേക്ക് കത്തയച്ചു. താങ്കൾ ഷെയ്ഖിനെ ഒന്നുകിൽ പുറത്താക്കുക, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താങ്കളോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും, താങ്കൾക്ക് നാം നൽകുന്ന സഹായം ഞാൻ നിർത്തിവെക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഷെയ്ഖ് അൽ ഉയൈനയിൽ നിന്ന് ദിർഇയയിലേക്ക്, ദിർഇയ എന്ന സ്ഥലത്തേക്ക്, പ്രദേശത്തേക്ക് യാത്ര പോകേണ്ടി വന്നത്. താമസം മാറ്റി
ദിർഇയയിലേക്ക് പോയി. ദിർഇയയുടെ അമീറായിരുന്നു ഈ സൗദി അറേബ്യ എന്ന രാഷ്ട്രത്തിൻ്റെ ആദ്യ പിതാവായ അൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് ദിർഇയയുടെ അമീറായിരുന്നു. അങ്ങനെ ദിർഇയയിലേക്ക് എത്തി അൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തോട് അനുകൂലമായ നിലപാട് കാണിച്ചു. അങ്ങനെ ഷെയ്ഖിനെ കണ്ടുമുട്ടിയപ്പോൾ മുഹമ്മദ് ബിൻ സഊദ് എന്ന അമീർ ഷെയ്ഖ് മുഹമ്മദിനോട് പറയുകയുണ്ടായി, യാ ഷെയ്ഖ് മുഹമ്മദ് അബ്ശിർ ബിൻ നുസ്രതി വ അബ്ശിർ ബിൽ അംനി വ അബ്ശിർ ബിൽ മുസാഅദ. താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, താങ്കൾ ഞാൻ സഹായിക്കും, താങ്കൾക്ക് സുരക്ഷിതത്വമുണ്ടാകും. അപ്പോൾ ഷെയ്ഖ് മറുപടി പറഞ്ഞു, വ അൻത അബ്ശിർ ബിൻ നുസ്രതി ഐദൻ, താങ്കൾക്കും സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായവും അന്തിമ വിജയവും താങ്കൾക്ക് ഉണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. മൻ നസറഹു നസറഹുല്ലാഹ്, ആ ദീനെ വല്ലവനും സഹായിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും. വമൻ അയ്യദഹു അയ്യദഹുല്ലാഹ് വസൗഫ തജിദു ആഥാറ ദാലിക സരീഅൻ, അതിൻ്റെ റിസൾട്ട് താങ്കൾ ഉടനെ തന്നെ അനുഭവിക്കും, അറിയുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെയാണ് പരസ്പരം ബൈഅത്ത് ചെയ്യുന്നത്. ഷെയ്ഖിനോട് പറഞ്ഞു, താങ്കൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യുന്നു, കരാറിൽ ഏർപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാനും തൗഹീദ് പ്രചരിപ്പിക്കാനും ഞാൻ പൂർണ്ണമായും താങ്കളെ തുണക്കും എന്ന ബൈഅത്ത്. ഷെയ്ഖാണെങ്കിൽ മുഹമ്മദ് ബിൻ സഊദ് എന്ന അമീറിനോട് ബൈഅത്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തുവാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ വേണ്ടി, ജിഹാദ് ചെയ്യുവാൻ വേണ്ടി താങ്കളോടും ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്ന കരാറിൽ ഏർപ്പെട്ടുകൊണ്ട്, ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട്, അങ്ങനെയാണ് ഇരു കൂട്ടരും അഥവാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇമാം മുഹമ്മദ് ബിൻ സഊദും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് പിന്നീട് ഇപ്പോഴും അതിൻ്റെ ആ തൗഹീദ് ദഅവത്ത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നു. പറഞ്ഞു വരുന്നത്, ഇവിടെ ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു? ഉസ്മാനി ഭരണകൂടത്തിനെതിരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതേപോലെ മുഹമ്മദ് ബിൻ സഊദ് ഇമാമ് പോലുള്ള വ്യക്തികളൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ തുനിഞ്ഞു എന്ന ആരോപണം. അപ്പം അതിൻ്റെ ചരിത്രപരമായും അതേപോലെ ഷെയ്ഖിൻ്റെ അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നാം മറുപടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒന്ന് രണ്ട് ആരോപണങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. രണ്ടാമത്തെ ആരോപണം എന്താണ്? ഖവാരിജികളുടെ സന്താനത്തിൽപ്പെട്ടതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂട്ടരും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു വേളയിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഗനീമത്ത് മുതൽ, യുദ്ധം മുതൽ ഓഹരി വെക്കുകയാണ്. അപ്പോൾ കപട വിശ്വാസികളിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, ദുൽ ഹുവൈസിറ എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ താൻ നീതി പാലിക്കണമെന്ന് ബഹുമാനമില്ലാതെ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക് മൻ യഅ്ദിലു ഇല്ലം അഅ്ദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? അങ്ങനെ അയാൾ പിന്തിരിഞ്ഞ് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ضد هذا قوما يقرؤون القرآن لا يجاوز حناجرهم. അതായത് ഇയാളുടെ സന്താനത്തിൽപ്പെട്ട, തലമുറയിൽപ്പെട്ട ഒരു വിഭാഗം വരാനുണ്ട്. ആ വിഭാഗം ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷെ അവിടെ തൊണ്ടയിൽ നിന്ന് അപ്പുറം കിടക്കുകയില്ല. യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖു സഹ്മു മിനർ റമിയ, അവർ ദീനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ, അതായത് നമ്മൾ വേട്ടയാടുമ്പോൾ വേട്ടമൃഗത്തിലേക്ക് നമ്മൾ ഒരു അമ്പ് എറിയുകയാണെങ്കിൽ ആ അമ്പ് ആ മൃഗത്തിൻ്റെ വയറ്റിലോട്ട് തുളച്ച് കയറി വളരെ വേഗത്തിൽ തന്നെ മറ്റു ഭാഗത്തിലൂടെ പുറത്തു പോകുന്നത് പോലെ
അങ്ങനെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖവാരിജുകൾ കുഫാറുകളല്ലേ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല, അവർ മുബ്തദികളാണ്, മുബ്തദികളിൽപ്പെട്ട വലിയ വിഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുൽ ഖുവൈസിറ തമീം ഗോത്രക്കാരനായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും തമീം ഗോത്രക്കാരനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഒപ്പിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് ഷെയ്ഖ് ഈ ദുൽ ഖുവൈസിർ എന്ന കപടവിശ്വാസിയുടെ ഈ ഖവാരിജിൻ്റെ ആദ്യ പിതാവായ ദുൽ ഖുവൈസിറിൻ്റെ തലമുറയിൽ പെട്ടതാണെന്ന് ആരോപണം. അപ്പോൾ ആ ആരോപണത്തെ എങ്ങനെ നാം ഗണ്ണിക്കുക? ദുൽ ഖുവൈസിറിൻ്റെ പരമ്പര നാം പരിശോധിക്കുകയാണെങ്കിൽ അത് ഷെയ്ഖിലേക്ക് ചരിത്രപരമായി എത്തുന്ന യാതൊരു രേഖയും ഇല്ല. ഇതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, തമീമി ആയതുകൊണ്ട്, തമീം ഗോത്രക്കാരനായതുകൊണ്ട് എല്ലാവരും മോശക്കാരാണെന്ന് ഒരിക്കലും ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം തമീമി ഗോത്രക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ വേറെയും ചില ഹദീസുകൾ ഉണ്ട്. ഉദാഹരണമായി സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിമുള്ള ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് തമീം ഗോത്രക്കാരെ 3 കാരണങ്ങളാൽ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞു, ഹും അശദ്ദു ഉമ്മത്തി അല ദജ്ജാൽ. ദജ്ജാലിനെതിരെ പ്രതിരോധിക്കുന്ന ഏറ്റവും ശക്തരായ ആൾക്കാരാണ്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട തമീമുകളാണ്. അപ്പം ദജ്ജാൽ വരുമ്പോൾ ദജ്ജാലിനെതിരെ ചെറുത്ത് നിൽക്കുന്ന ശക്തരായ വിഭാഗമാരാണ് തമീമികൾ. അതേപോലെ തമീമ് ഗോത്രക്കാരിൽ നിന്ന് സദഖത്തുകൾ, ധർമ്മങ്ങൾ വന്നപ്പോൾ നബി വസല്ലം പറഞ്ഞു, അത് എടുക്കുക, ഇത് നമ്മുടെ ആൾക്കാരുടെ സദഖാത്തു ഖൗമിന, നമ്മുടെ ജനങ്ങളോട്, നമ്മുടെ ആൾക്കാരെ ധർമ്മങ്ങളാണെന്ന് പറഞ്ഞു. അപ്പം നബിയിലേക്ക് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ തമീമിയത്തായ ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു, തടവിലാക്കപ്പെട്ട അടിമസ്ത്രീ. ആ അടിമസ്ത്രീയെ മോചിപ്പിക്കാൻ പറഞ്ഞു. നബി പറഞ്ഞു, അഅ്തിഖിഹാ ഫഇന്നഹാ മിൻ വലദി ഇസ്മാഈൽ. അവളെ നീ മോചിപ്പിക്കുക, കാരണം അവൾ ഇസ്മാഈൽ അലൈഹിസ്സലാമിൻ്റെ സന്താനത്തിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തമീമികളെ പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആരോപണം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ വേറൊരു ആരോപണമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫിത്നകൾ, കുഴപ്പങ്ങൾ സംഭവിക്കുന്ന നാടാണ് നജ്ദ്. ആ നജ്ദിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചത്, പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് ആ ഫിത്ന ഇതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അഥവാ ആ ഹദീസിൽ വന്ന നജ്ദിൽ സംഭവിക്കുന്ന ഫിത്ന എന്താകുന്നു? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ പ്രബോധനമാണെന്ന ആരോപണം. അതായത് സഹീഹുൽ ബുഖാരിയിൽ സഹോദരന്മാരെ ഒരു ഹദീസുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന. അല്ലാഹുവേ, നമ്മുടെ ഷാമിന് നീ ബറക്കത്ത് നൽകി, നമ്മുടെ യമനിന് നീ ബറക്കത്ത് നൽകി. ഖാലു യാ റസൂലല്ലാഹ് വഫീ നജ്ദിന. അപ്പോൾ സഹാബത്തുകൾ ചോദിച്ചു, റസൂലേ, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി നീ താങ്കൾ ബറക്കത്തിന് വേണ്ടി ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നബി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന. ഷാമിന് വേണ്ടിയും യമനിന് വേണ്ടിയും ബറക്കത്ത് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നടത്തി. വീണ്ടും ചോദിച്ച സഹാബത്തുകൾ, വഫീ നജ്ദിന, നജ്ദിന് വേണ്ടിയോ? അങ്ങനെ 3ാമത്തെ പ്രാവശ്യം നബി വസല്ലം പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതൻ. അവിടെ നിന്നാണ് ഭൂകമ്പങ്ങളും അതേ ഫിത്നകളും സംഭവിക്കുന്നത്. വബിഹാ യത്ലഉ ഖർനു ശൈത്താൻ. പിശാചിൻ്റെ കർണ്, കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന നാടാകുന്നു അത്. അഥവാ പൈശാചിക ശക്തി,
പൈശാചിക ഫിത്നകൾ, കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന നാടാകുന്നു നജ്ദ് എന്ന് ഒരു ഹദീസ്. അപ്പോൾ ഈ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എതിരാളികളുടെ വാദപ്രകാരം എന്താണ്? ഷെയ്ഖ് അബ്ദുൽ വഹാബ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഫിത്നയാണെന്ന് അവർ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലും ദുരാരോപണവുമാണ്. കാരണം ഒരു ഹദീസിനെ കുറിച്ച് നാം അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് വളച്ചൊടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണല്ലോ. നമുക്കറിയാം, നബിൻ്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവുണ്ടാക്കി പറഞ്ഞാൽ അവൻ്റെ സീറ്റ് എവിടെയാണ്? നരകത്തിലാണ്. അപ്പോൾ എന്താണ് നജ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നജ്ദ് പറഞ്ഞത്. ആ നജ്ദ് ഇറാഖാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. ഉദാഹരണമായി ഇമാം ഖുർത്തുബി അൽ മുഫ്ഹിം ലിമാ അഷ്കല മിൻ തൽഖീസ് മുസ്ലിം, സഹീഹ് മുസ്ലിമിൻ്റെ ഒരു ഷർഹാണ് ഇമാം ഖുർത്തുബി എഴുതിയ, തഫ്സീർ എഴുതിയ ഖുർത്തുബി അല്ല, ഇത് അബുൽ അബ്ബാസ് അൽ ഖുർത്തുബിയാണ്. അദ്ദേഹം പറയുന്നു, അൽ മുറാദു ബി ഹാദൽ ഹദീസി മാ വഹറ ബിൽ ഇറാഖ് മിനൽ ഫിതനിൽ അദീമ, ഇറാഖിൽ സംഭവിച്ച വലിയ വലിയ ഭയാനകമായ ഫിത്നകളാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ ഹുറൂബിൽ ഹായില, അതേപോലെ മഹായുദ്ധങ്ങൾ സംഭവിച്ചു. ഇതുപോലെ ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, ഹറൂറാ, അതേപോലെ ഉമവികളുടെ കാലഘട്ടത്തിലുണ്ടായ ഇറാഖിൽ നടന്ന യുദ്ധം, വ ഫിതനു ബനി ഉമയ്യ, അതേപോലെ ഖുറൂജുൽ ഖവാരിജ്, ഖവാരിജുകളുടെ ഫിത്നയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇറാഖിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഫിത്നകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചന നൽകിയതാണെന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് നജ്ദിൻ്റെ അർത്ഥം. മാത്രമല്ല ഇതിനെ സത്യപ്പെടുത്തുന്ന ഒരു റിവായത്തും കൂടി സഹോദരന്മാരെ ഇവർ മൂടിവെക്കുന്നു എതിരാളികൾ. എന്താണത്? ഇമാം തബറാനിയും ഇബ്നു അസാക്കിറൊക്കെ സഹീഹായ ഇസ്നാദോടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇതേ ഹദീസിൻ്റെ വേറൊരു റിവായത്തിൽ വഫീ നജ്ദിന യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചല്ലോ, അതിൻ്റെ പകരം വഫീ ഇറാഖിന യാ റസൂലല്ലാഹ്, വഫീ നജ്ദിന എന്ന് സഹീഹ് ബുഖാരിയിൽ, സഹീഹായ വേറെ ഹദീസുകളിൽ വഫീ നജ്ദിന, വഫീ ഇറാഖിന. അപ്പോൾ നജ്ദ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറാഖാണെന്ന് മനസ്സിലായി. നമുക്കറിയാം, ഖവാരിജികളുടെ യുദ്ധങ്ങളും അതേപോലെ അവിടെ ഫിത്നയൊക്കെ ശരിക്ക് സംഭവിച്ചത് എവിടെയാണ്? ഇറാഖിൽ വെച്ചാണ്. മാത്രമല്ല ഇനി ഷാമിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലേ? ഷാമിൽ ജീവിച്ച് മരിച്ച വലിയ വലിയ സലഫി പണ്ഡിതനാണ്, മുവഹിദുകളായ പണ്ഡിതന്മാരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ദഹബി, ഇബ്നു കസീർ, ഇബ്നു അബ്ദുൽ ഹാദി, ഇവരൊക്കെ സലഫി ഇമാമിയങ്ങളാണ്. ഇവരെ അംഗീകരിക്കാൻ ഈ എതിരാളികൾ തയ്യാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ ശരിക്ക് വെറും ആരോപണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായി വിവരിക്കാനുള്ളത്, അതും എതിരാളികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ആരോപണമാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അയാളുടെ വീക്ഷണത്തിനെതിരായ ആൾക്കാരൊക്കെ കാഫിറാക്കുന്നു എന്ന് പറയുന്നു. അഥവാ ഇസ്തിഗാസ, അതേപോലെ തവസ്സുൽ ചെയ്തവരൊക്കെ അവർ കുഫാറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അങ്ങനെ വ്യക്തികളൊക്കെ കാഫിറാക്കുന്ന ഒരു സമ്പ്രദായം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ഉണ്ട് എന്ന ആരോപണം. ആ ആരോപണത്തിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അൽ ബുർദ എന്ന കവിത എഴുതിയ ആളാരാണ്? അൽ ബൂസീരിയാണ്. ബൂസീരിയെ കാഫിറാക്കി എന്ന ആരോപണം. അതായത് യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഇത് ബുർദയിലെ ഒരു ബൈത്താണ്. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? വളരെ അപകടം പിടിച്ച ഒരു അർത്ഥമാണ് ഇതിനുള്ളത്. യാ അക്രമൽ ഖൽഖി, ജനങ്ങളിൽ ഏറ്റവും മാന്യ ആയ പ്രവാചകരെ, മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, ആപൽഘട്ടങ്ങൾ വരുമ്പോൾ
വലിയ വലിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ താങ്കളിലേക്കല്ലാതെ ഞാൻ ആരിലേക്കാണ് ഞാൻ അഭയം തേടി പോകേണ്ടത് എന്ന്. ആരെ മറന്നു? അള്ളാഹുവിനെ മറന്നു. അപ്പം പ്രയാസങ്ങളൊക്കെ വരുമ്പം താങ്കളിലേക്കല്ലാതെ ഞാൻ ആരിലേക്കും പോകില്ല എന്ന്. ഈ ബൈത്തിൽ ശിർക്കുണ്ട് എന്ന് ഇതൊരു ഉദാഹരണം മാത്രമാണ് ബുർദയിലുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഇമാം ഷൗക്കാനി, അങ്ങനെ പല ഇമാമിയങ്ങളും അതിൽ ശിർക്കുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുറുൻ നദീദ് ഫി ഇഖ്ലാസി കലിമത്തി തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷൗക്കാനി കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൂസീരി എന്ന ആ സൂഫി വര്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയോ? ഒരിക്കലും ഇല്ല എന്നാണ് ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രഖ്യാപിക്കുന്നു. എന്താ പറയുന്നത്? ഷെയ്ഖ് പറയുന്നു, ഇന്ന സാഹിബൽ ബുർദതി വഗൈരിഹി മിമ്മൻ യൂജിദു ശിർകു ഫീ കലാമിഹി വൽ ഗുലൂവു ഫി ദീനി വമാതു ലാ യുഹ്കമു ബികുഫ്രിഹിം. അതായത് ബുർദ ബൈത്തിൻ്റെ അല്ലെങ്കിൽ ബുർദ ഖസീദയുടെ വക്താവ് ബൂസീരി, അയാളും അയാളെപ്പോലെയുള്ള വ്യക്തികളിൽ അവരുടെ സംസാരത്തിലൊക്കെ എന്തുണ്ട്? ഷിർക്കുണ്ട്, അതേപോലെ അതിരുകവിയിലുണ്ട്, ഗുലൂവുണ്ട്. അവർ മരണപ്പെട്ടു. അവരെ ആരും കുഫാറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തായ സത്യനിഷേധികളാണെന്ന് പറയുന്നില്ല. ഇന്നമൽ വാജിബു ഇൻകാറു ഹാദൽ കലാം. അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഷിർക്കും അതേപോലെ ബിദ്അത്തിനൊക്കെ എതിർക്കണം, അത് നിർബന്ധമാണ്. വബയാനു അന്ന മൻ ഇഅ്തഖദ ഹാദാ അല الظാഹിരി ഫഹുവ മുശ്രികുൻ കാഫിർ. മാത്രമല്ല അതിലുള്ള ആ ഷിർക്ക് അത് ബാഹ്യമായി വല്ലവനും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കും കാഫിറുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വഅമ്മൽ ഖായിലു, ഈ ബുർദ ഖസീദ എഴുതിയ വ്യക്തി അയാൾ മരിച്ചുപോയി, ഫയുറദ്ദു അംറുഹു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അയാളുടെ കാര്യം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തു. വലാ യംബഗി തഅർറുദു ലിൽ അംവാത്ത്, മരിച്ചവരെക്കുറിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. ലിഅന്നഹു ലാ യുഅലമു ഹൽ താബ അം ലാ, അയാൾ തൗബ ചെയ്തോ ഇല്ലേ നമുക്കറിയില്ല. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വീക്ഷണമാണ് നാം പഠിക്കണം. വ്യക്തികളെ കാഫിറാക്കുന്നതും പ്രവർത്തനത്തെക്കുറിച്ച് കുഫ്റും ഷിർക്കുമാണെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നാം ഒരു വേളയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നവാഖിദുൽ ഇസ്ലാം എന്ന ക്ലാസ്സിൽ അത് ഞാൻ സൂചിപ്പിച്ചതാണ്. അതായത് ഒരു വ്യക്തി ഒരു കുഫ്ർ ചെയ്തു, ഷിർക്ക് ചെയ്തു, അത് വലിയ പാപമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അയാളെ കാഫിറാക്കാൻ നമുക്ക് അവകാശമില്ല. കാഫിറാക്കണമെങ്കിൽ ഷർത്തുകൾ ഉണ്ടാകണം, അഥവാ അതിൻ്റെ പല നിബന്ധനകളുമുണ്ട്. അതേപോലെ മവാനി ലാബുദ്ദ അൻ തൻതഫിൽ മവാനി, തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്രക്കും സൂക്ഷ്മമായ ഒരു വിഷയമാണിത്. അതോടൊപ്പം തന്നെ അയാൾ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഷിർക്കാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, കുഫ്റാണെന്ന് പറഞ്ഞു കൊടുക്കാം, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും സൂക്ഷ്മത പാലിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. കാഫിറാക്കുന്ന സമ്പ്രദായം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഇതിലൂടെ നാം പഠിക്കേണ്ടത്. അല്ലാഹു തആല വിശ്വാസപരമായ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടക്കം നിലക്ക് തുടക്കക്കാർ തന്നെ പഠിക്കേണ്ട ഒരു കൊച്ചു ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ, അല്ലെങ്കിൽ സലാസത്തുൽ ഉസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൊച്ചു ഗ്രന്ഥം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു സജീവ പ്രവർത്തകനായ ചെറുപ്പക്കാരനായിരുന്നു ആതിഫ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്തു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ക്ഷമിക്കാൻ തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അതേപോലെ അറിയപ്പെട്ട പ്രബോധകനാണ് നമ്മുടെ സുഹൃത്തായ മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം അസുഖമായി ആശുപത്രിയിലാണെന്നാണ് വിവരം കിട്ടിയത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തെ മുക്തമാക്കുമാറാകട്ടെ. ദഅവത്തിൽ ഇനിയും
സജീവമായിട്ട് പ്രവർത്തിക്കുവാനും ജനങ്ങൾക്ക് നാഫിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അല്ലാഹു തആല എല്ലാ പ്രബോധകർക്കും അദ്ദേഹത്തിനും അനുഗ്രഹിക്കുമാറാകട്ടെ. വബാറകല്ലാഹു ഫീക്കും വഅഹ്സനല്ലാഹു ഇലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.